പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയും. അത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മാർച്ച് മാസം 20-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, സങ്കീർത്തനം 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക്. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരമരുളും. പ്രിയരെ, എല്ലാവർക്കും സുപരിചിതമായ വചനമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത്, പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ ഭക്തന്മാർക്ക് വേണ്ടിയും അവൻ അവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം കൊടുക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കാം ഈ വചനത്തെ. കാരണം അനേക പ്രതിസന്ധികളിലും പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സങ്കീർത്തനം 66-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക്. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ സങ്കീർത്തനക്കാരൻ പറയാണ്, നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിലൂടെ കയറി ഓടുമാറാക്കി, തീയിലും വെള്ളത്തിലൂടെ ഞങ്ങൾ കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കൾക്കും അവൻ അവസ്ഥകൾക്ക് വ്യത്യാസം കൊടുക്കും. ഹല്ലേലൂയ. ഒരു പക്ഷേ ഭയങ്കര പ്രതികൂലത്തിലൂടെയായിരിക്കാം, തീയിലൂടെ വെള്ളത്തിലൂടെ കടക്കുന്ന അനുഭവമായിരിക്കാം, ഭയങ്കരമായ എതിരുകൾ കാണുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകാം. എന്നാൽ വിശ്വസിക്കാമെങ്കിൽ ഈ 12-ാമത്തെ വാക്യം അവസാനിപ്പിക്കുന്നത്, നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു, കാത്തിരിക്കുന്ന ഒരുവൻ പോലും ലജ്ജിച്ചു പോകത്തില്ല. അവന്റെ ജീവിതത്തിനകത്ത് ദൈവം വ്യത്യാസം കൊണ്ടുവരും. ഞാനിത് വിശ്വസിക്കുന്നു പ്രിയരെ. കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് വ്യത്യാസം കൊണ്ടുവരും. 53-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നുവെങ്കിൽ ദൈവം തൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം തൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുക തന്നെ ചെയ്യും. നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മെ നോക്കി നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ ഒരുപക്ഷെ എല്ലാ വഴിയും അടഞ്ഞെന്ന് നമ്മെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിക്കണമേ. സങ്കീർത്തനം 3-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളിലേക്ക്. അവന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. 3-ാമത്തെ വാക്യം. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തലയുയർത്തുന്നവനും ആകുന്നു. അവൻ നമുക്ക് ചുറ്റും പരിചയം, അതിമഹത്വവും നമ്മുടെ തല ഉയർത്തുന്നവനുമാണ്. ഈ പ്രഭാതത്തിൽ ആരുടെയൊക്കെയോ സ്ഥിതിക്ക് ദൈവം വലിയ മാറ്റം വരുത്തുവാൻ പോവുകയാണ്. അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ സ്ഥിതി നിശ്ചയമായി മാറിയിരിക്കും. അവന്റെ എതിരുകൾ മാറും. നമുക്ക് എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്കും കൂടെ. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരശിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരശും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി, അവൻ യഹൂദ വംശകനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു. ഈ വചന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാമാൻ എന്ന വ്യക്തി യഹൂദന്മാരെയും മൊർദെഖായിയും ഒരുമിച്ച് നശിപ്പിക്കുവാൻ പോവുകയാണ്. എന്നാൽ മൊർദെഖായിയോട് കൂടെ ഒരു കൂട്ടം ആൾക്കാർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ആത്മാവിൽ പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് വലിയ വ്യത്യാസം കൊണ്ടുവരാൻ കഴിയും. ഹല്ലേലൂയ. മൊർദെഖായി തൻ്റെ ദൈവത്തോട് നിലവിളിച്ചതായി കാണാം. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്കെല്ലാവർക്കും കാണാം മൊർദെഖായി ഉപവസിച്ചും നിലവിളിക്കുന്നത്.
പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ദൈവം വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരും. ഇത് ഹാമാൻ്റെ ഭാര്യയും കൂടെ നിന്ന സ്നേഹിതന്മാരും പറയാണ്, അവൻ യഹൂദ വംശകനാണെങ്കിൽ നിനക്കവനെ ജയിക്കുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്നവരെ, മൊർദെഖായിയുടെ ദൈവത്തെക്കുറിച്ചാണ് ആ കൂട്ടർ പറയുന്നത്. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവരുടെ അവസ്ഥയെ ദൈവം മാറ്റുവാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്ന ഒരു വലിയ ദൈവത്തെ ഞങ്ങൾ കാണുകയാണ്. ഓരോ മക്കൾക്ക് വേണ്ടി അങ്ങ് വാതിൽ തുറക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പ്രിയരേ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും സൂമിൽ നമുക്ക് ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.